പറവൂർ നഗരസഭാ ശരണാലയത്തിലെ അന്തേവാസിയുടെ 4 ലക്ഷം രൂപ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തട്ടിയെടുത്തെന്ന് പരാതി. അന്തേവാസിയെ തിരികെ കൊണ്ടുപോകാൻ ബന്ധുക്കൾ എത്തിയപ്പോഴാണ് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായ കാര്യം അറിയുന്നത്. ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരായ ശ്യാം, ജിൻസി എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത്. ഇരുവർക്കുമെതിരെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കൗൺസിൽ യോഗം സെക്രട്ടറി ചുമതലപ്പെടുത്തി. ഒരു ശരണാലയത്തിൽ വരുന്ന അന്തേവാസി വളരെ ദയനീയമായിട്ടാണ് അതിൽ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, അതും ഒരു നഗരസഭയുടെ ജീവനക്കാർ തട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അത്തരം വിഷയത്തിൽ ഈ നഗരസഭയിലെ 2 ജീവനക്കാർക്കെതിരെ നഗരസഭ നടപടിയെടുക്കണം എന്നാണ് എനിക്കിതിൽ ആവശ്യപ്പെടുവാനുള്ളത്. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN പറവൂർ നഗരസഭയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അന്തേവാസിയുടെ 4 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ അന്തേവാസി സർക്കാർ ജീവനക്കാരനെ വിരമിച്ചയാളാണ്. ഇദ്ദേഹത്തിന്റെ പെൻഷൻ തുകയാണ് ഇവർ അദ്ദേഹത്തിന്റെ ശാരീരിക വിഷമതകൾ മറവാക്കിക്കൊണ്ട് തട്ടിയെടുത്തത്. ഇദ്ദേഹത്തെ തിരികെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ നിന്ന് ആളുകൾ എത്തിയപ്പോഴാണ് അക്കൗണ്ടിലെ പെൻഷൻ തുക അവിടെ ഉണ്ടാകുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ തുക ഇല്ല, അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെടുത്തു. ശ്യാമ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനും ഹെൽത്തിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥയുമാണ് ഈ പണം എടുത്തത്. എന്നാൽ ഈ പരാതി വന്നിട്ടും നഗരസഭാ സെക്രട്ടറി 2 ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുകയായിരുന്നു. പരാതി ഉയർന്നതോടെ ഈ പണം ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുകൊടുത്ത മാപ്പ് പറയുകയും ചെയ്തു. മോഷ്ടിച്ച പണം തിരികെ കൊടുത്തല്ലോ എന്നുള്ള ന്യായമാണ് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി പറയുന്നത്. സർക്കാർ ജീവനക്കാരുടെ സർവീസ് ചട്ടപ്രകാരം 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ട ഗുരുതര കുറ്റമാണ് നഗരസഭാ സെക്രട്ടറി അടക്കം മൂടിവെച്ചത്. കഴിഞ്ഞ ദിവസം കൗൺസിലിലാണ് ഈ വിവരം മറ്റൊരു അംഗം ഉന്നയിച്ചത്. ഇതോടുകൂടി ഇവർക്കെതിരായിട്ടുള്ള ആരോപണം കൗൺസിലർമാർ ഉന്നയിച്ചു. അവിടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന ആളുകളുടെ പണവും ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഈ 2 ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. 2 പേർക്കെതിരെയും പരാതിയില്ല എന്നൊരു ന്യായം പറഞ്ഞാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മോഷണം ഈ നഗരസഭാ സെക്രട്ടറി പറവൂരിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ ഇപ്പോൾ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. പരാതി പണം തിരികെ നൽകിയതിനാൽ ഇല്ലാതാകുന്നില്ല, അത് സർക്കാർ ജീവനക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു കുറ്റമാണ് എന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഏതായാലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് ശ്യാംകുമാറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.